അപ്പം നമ്മൾ കോളർ നെക്കിൻ്റെ വീഡിയോ ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കട്ടിങ് ആയിരുന്നു നമ്മൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ട് കയറുവാണ്. അപ്പം നമ്മളുടെ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈനിങ് ഇത് പറഞ്ഞതുപോലെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അകവശത്തായിട്ട് വെച്ചുകൊണ്ട് ആദ്യം ലൈനിങ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നമുക്കുള്ള അങ്ങനെ അടിച്ചെടുക്കാതെ പറ്റത്തില്ലല്ലോ. സാധാരണ നമ്മൾ നെക്കിനാണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് അടിച്ചിട്ട് തിരിച്ച് ഇടുവല്ലേ ചെയ്യുന്നത്, ലൈനിങ് അടിച്ച് മറിച്ച് ഇടുവല്ലേ ചെയ്യുന്നത്. ഇതിന് അങ്ങനെ പറ്റാത്തത് കൊണ്ട് ആദ്യം തന്നെ ലൈനിങ് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അടിയിൽ വെച്ച് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, സെൻറ്റർ പോർഷനിൽ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈനായിട്ടാണല്ലോ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അതുവഴി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ സ്റ്റിച്ചിങ് കഴിയുന്നതന്നെ അടുത്തത് വരുമ്പോഴത്തേക്കിനും നമ്മൾ ക്യാൻവാസ് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ പൊക്കത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് അടുത്ത പാർട്ടായിട്ട് ഞാൻ